ഇപ്പൊ റീസെന്റ് ഞാൻ എൻ്റെ ലൈഫിൽ 2 ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. അത് നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോടും എനിക്ക് നോ പറയാൻ പറ്റിയിരുന്നില്ല പണ്ട്. ഞാൻ ഒരാളെൻ്റെ അടുത്തൊരു കാര്യം വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, ബട്ട് ചിലപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. ഞാൻ പറയും ചേട്ടാ ഞാൻ നോക്കാം, അല്ലെങ്കിൽ ചേച്ചി ഞാൻ നോക്കാം. അങ്ങനെ ഒരു ഫാൾസ് പ്രോമിസ് അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നീട് ചിലപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ബ്ലെയിമായിട്ട് മാറാറുണ്ട്. കൂടുതൽ അവസരങ്ങളിലും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം. സോ അങ്ങനെ ഒരു സംഭവം ഞാൻ നിർത്തി. ഞാൻ ഡയറക്റ്റ് മുഖത്തേക്ക് ഇപ്പോൾ കാര്യം പറയും, ചേട്ടാ എനിക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ മാക്സിമം 90% ഞാൻ പറയും, ഞാൻ ചെയ്യാം 90% എനിക്ക് ഉറപ്പുള്ള ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അല്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ പറയും എനിക്ക് പറ്റൂല, ഈ സംഭവം എനിക്ക് പറ്റൂല, നിങ്ങളിത് വേറെ ഒരാളുടെ അടുത്ത് പോയി പറയുന്നതായിരിക്കും ബെറ്റർ. ഇനി നമ്പർ 2, ഞാൻ ആളുകളുടെ മുഖവും ഇതും നോക്കാതെ നോ പറയാൻ പഠിച്ച പോലെ തന്നെ എൻ്റെ നിലപാടുകൾ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ഒരുപാട് പേരുടെ ഞാൻ പറയാലോ, എനിക്ക് 20 വയസ്സിൽ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്. ആ സമയത്ത് എനിക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എനിക്ക് 100 പേരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് വന്നുകൊണ്ടായിരിക്കാം പിന്നീടാണെങ്കിലും എൻ്റെ ലൈഫിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എനിക്ക്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ നമ്മൾ മനുഷ്യർ, ഇപ്പം ഞങ്ങളുടെ ഏജിലുള്ളവർ അല്ലെങ്കിൽ എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിൽ ജനിച്ചിട്ടുള്ള ആളുകളൊക്കെ മാക്സിമം നമ്മളൊരു 70 വയസ്സ് വരെയൊക്കെ ജീവിക്കും. ദൈവം അനുഗ്രഹിച്ച് അത്രയൊക്കെ ജീവിക്കാൻ പറ്റണമെങ്കിൽ ഭാഗ്യം. അപ്പോൾ നമ്മൾ ആരെ പേടിച്ചാണ് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റു കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? എനിക്ക് അതിൽ ഒരു കഴമ്പുണ്ടെന്ന് തോന്നിയില്ല. സോ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ആ ഒരു 2 സംഭവങ്ങളും ഇറേസ് ചെയ്ത് കളഞ്ഞു. എൻ്റെ നിലപാട് എവിടെയാണെങ്കിലും അത് തുറന്നു പറയാം. അത് തുറന്നു പറഞ്ഞുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് അത് ഹെർട്ട് ആവുകയാണെങ്കിൽ ഞാൻ അവരായിട്ട് പേഴ്സണലായിട്ട് ഒരു ഗ്രഡ്ജ് ഉള്ളതല്ലത്. അത് എൻ്റെ നിലപാടാണ്. എനിക്ക് ആ നിലപാടിലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വേറൊരാളുടെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുക എന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ കുറെ കാലം ഞാൻ അങ്ങനെ ഒരു ഷേഡോയിൽ അകപ്പെട്ടുകൊണ്ടായിരിക്കാം എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ആവുന്നത്. എനിവേ ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ്. നിങ്ങൾ ഇത് ഉൾക്കൊള്ളും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എൻ്റെ അടുത്ത് കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ കോണ്ടന്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഡേ 11 അടുത്ത മെസ്സേജ് ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ.